ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ കുറേ ദിവസമായിട്ടോ വീഡിയോ ഒന്നും ഇടാത്തത്. ഞങ്ങൾ വയനാടാണല്ലോ, അറിയാമല്ലോ കേട്ടോ. വയനാടിലെ സാഹചര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞാണല്ലോ. ഇതിപ്പോൾ ഏകദേശം 300 അടുപ്പിച്ചായെന്ന് തോന്നുന്നു മരണസംഖ്യ. പിന്നെ എത്രയോ ആൾക്കാരെ കാണാൻ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ നിൽക്കുന്നിടത്ത് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ ആറാമത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടുന്ന് ഒരു 1.5 മണിക്കൂറോളം ഉണ്ട് ആ സംഭവം നടക്കുന്ന സ്ഥലത്ത്. പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളും ബഹളങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുക്കാതിരുന്നത്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായോണ്ടാണ് എല്ലാവരും അറിഞ്ഞത് കേട്ടോ. ഉരുൾപൊട്ടലും ഉണ്ടായതുകൊണ്ടാണ് എല്ലാവരും ഇപ്പം ന്യൂസിൽ ഇത്രയും ഇത് ഹൈലൈറ്റ് ആയിട്ട് കാണിച്ചേക്കുന്നത്. ഇപ്പം പല സ്ഥലങ്ങളുണ്ട്, ഫ്ലഡായ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക. വീട്ടിൽ തന്നെ ഇരുന്നിട്ട് കാര്യമില്ല. ഇത് രാത്രി ഉറങ്ങാൻ പോയവരാണ് ഇങ്ങനെ അപകടത്തിൽ പെട്ടത്. എന്താ പറയുക, പ്രകൃതി എന്തൊക്കെയാ എപ്പോഴാ എങ്ങനെയാ സംഭവിക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഒന്നും പറയാൻ കഴിയാത്ത കാര്യങ്ങളാണ്. എന്തായാലും എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുക കേട്ടോ. മാക്സിമം നമ്മളെ കൊണ്ട് കഴിയാവുന്നത് നമുക്ക് ചെയ്യാമല്ലോ. അപ്പം മാക്സിമം പുറത്തോട്ടൊന്നും ഇറങ്ങാതെ പുഴയുടെ വക്കിലുള്ളവരൊക്കെ മാറി താമസിക്കുക. എപ്പോഴാണ് എന്ത് സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. ഈ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര ദുർഘടം പിടിച്ച ആഴ്ചയായിരുന്നു കേട്ടോ. ഇത് മാത്രമല്ല, നമ്മുടെ വീട്ടിലും ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ നിങ്ങൾ കണ്ടില്ലേ മോളുമായിട്ട് ഹോസ്പിറ്റലിൽ പോയത്. അപ്പം മോളുമായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ച് വന്ന് പിറ്റേ ദിവസം തന്നെ അടുത്ത പണി കിട്ടി കേട്ടോ. അടുത്ത പണി എന്ന് പറഞ്ഞാൽ അമ്മ ഒന്ന് വീണു. അമ്മയുടെ കൈ ഒന്ന് ഫ്രാക്ചറുണ്ട്, പൊട്ടിയിട്ടുണ്ട് കേട്ടോ. പൊട്ടി. ഞങ്ങൾ കരുതി ആദ്യമേ മറ്റേ പ്ലാസ്റ്റർ ഇട്ടാൽ മതി എന്ന് കരുതിയിട്ടിരുന്നായിരുന്നു. അപ്പം പ്ലാസ്റ്റർ നിന്നില്ല. അഡ്മിറ്റാക്കി അത് സർജറി തന്നെ ചെയ്തു കേട്ടോ. കമ്പി സ്റ്റീലിട്ടിട്ടുണ്ട്, കയ്യിൽ സ്റ്റീലിട്ടു. അങ്ങനെ ഒരാഴ്ച അങ്ങനെ അങ്ങ് പോയി. ഫുള്ള് വീട്ടിലും മൊത്തത്തിൽ അലങ്കോലമായിരുന്നു. എന്തായാലും കുറച്ച് ഞാൻ വിഷ്വൽസൊക്കെ ഏട്ടനെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതോടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. പ്രതീക്ഷിക്കാതൊരു വീഴ്ചയായിരുന്നു കേട്ടോ അന്ന്. അതാണെങ്കിൽ അമ്മ മോനെ ഉറക്കിയിട്ട് അവനെ കിടത്താൻ വേണ്ടി റൂമിലോട്ട് കയറിയതായിരുന്നു. അപ്പം കാലുടക്കിയിട്ട് വീണു. പിന്നെ അമ്മ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു, വേദന എടുത്തിട്ട്. അപ്പോഴേ ഞങ്ങൾക്ക് ഏകദേശം പൊട്ടലുണ്ട് എന്നൊരു ധാരണയുണ്ടായിരുന്നു. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി, ഇതുപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവർ അവിടെ നിന്ന് ഓർത്തോ ഇല്ലായിരുന്നു. അപ്പോൾ അവർ ബാൻഡേജ് ചുറ്റി വിട്ടത് കേട്ടോ. അപ്പം എന്നിട്ട് ഏട്ടൻ ഓഫീസിൽ പോയി. ഏട്ടൻ ഓഫീസിൽ പോകുന്ന സമയത്ത് ഞാൻ ഏട്ടൻ ഓഫീസിൽ പോയി കഴിഞ്ഞിട്ടാണ് ഈ സംഭവം നടന്നത്. ഇപ്പം ഞാൻ വിളിച്ചിട്ട് ഏട്ടൻ വന്നിട്ട് പിന്നെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി. പിന്നെ തിരിച്ച് ഏട്ടൻ ഓഫീസിലൊക്കെ പോയി കേട്ടോ. എന്നിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേനും ഇതുപോലെ അച്ഛൻ അനിയനൊക്കെ കാണാൻ വേണ്ടി വന്നപ്പോൾ അമ്മയ്ക്ക് നല്ല വേദനയുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞെങ്കിൽ നമുക്ക് വേറെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ, ഇത് കൽപ്പറ്റയിലാണ് കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കാമെന്ന്. എൻ്റെ വീഡിയോ ഇരുന്ന് കാണും കേട്ടോ അമ്മയും അച്ഛനും കൂടെ. അപ്പോൾ അങ്ങനെ അവിടെ കൊണ്ട് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു എല്ല് നീങ്ങിയിട്ടുണ്ട്, ഇത് ഓപ്പറേഷൻ ചെയ്താലേ മാറത്തുള്ളൂ എന്ന്. അങ്ങനെ പെട്ടെന്ന് അവിടെ നിന്ന് ഓപ്പറേഷൻ ചെയ്താൽ കേട്ടോ. അതുകൊണ്ട് തീർന്നില്ലായിരുന്നു, ഞങ്ങളുടെ പ്രശ്നങ്ങളൊന്നും തീർന്നില്ല കേട്ടോ. അന്ന് രാത്രിയിലാണെങ്കിൽ ഏട്ടൻ ഹോസ്പിറ്റലിൽ പോകാൻ, അപ്പോൾ അമ്മയും കൊണ്ട് പോയത് ഇതുപോലെ അച്ഛൻ്റെ അനിയൻ്റെ മോനായിരുന്നു കൊണ്ടുപോയത്. അപ്പം പിന്നെ ഏട്ടൻ ഓഫീസിൽ നിന്ന് വന്നിട്ടാണ് ഏട്ടൻ പോയത്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ, അച്ഛനും ഇവരെല്ലാവരും കൂടെ പോകുന്ന വഴിക്കാണെങ്കിൽ വണ്ടിയുടെ മേളിൽ മരം വീണിട്ട് വണ്ടിയുടെ ഗ്ലാസ് എല്ലാം പോയി. എന്തോ ഭാഗ്യത്തിന് വേറെ അപകടമൊന്നും പറ്റിയില്ല, ആർക്കും അപകടമൊന്നും പറ്റിയില്ല കേട്ടോ. വണ്ടിയുടെ ഗ്ലാസ് എല്ലാം പൊട്ടിപ്പോയി. അപ്പം അത് ഇൻഷുറൻസിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 ആഴ്ച എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അത്രയ്ക്ക് ഡാമേജ് ഉണ്ട് വണ്ടിക്ക്. വണ്ടി റണ്ണിങ്ങിലാണ് വീണത്. വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പം അതിൻ്റെ മേളിലോട്ട് ചില്ല് ഒടിഞ്ഞ് വീഴുമായിരുന്നു. അപ്പോൾ എന്താ, അതിൻ്റെ വണ്ടിയുടെ മേളിലത്തെ ആ ബോഡി എല്ലാം ഫുള്ള് ഡാമേജായി, ഗ്ലാസ് എല്ലാം പോയി. എന്തോ ഭാഗ്യത്തിന് ആൾക്കാർക്കൊന്നും ഒരു കുഴപ്പം പറ്റിയില്ല. അതുകൊണ്ട് എല്ലാം കൊണ്ടും ഞങ്ങൾ വയനാട്ടുകാർക്കും വയനാട്ടിലുള്ളവർക്കും വയനാട്ടിലില്ലാത്തവർക്കും എല്ലാവർക്കും കഷ്ടകാലം തന്നെ കേട്ടോ. എന്തോ കഷ്ടകാലം പിടിച്ച സമയം, മൊത്തത്തിൽ കഷ്ടം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മാസം തുടങ്ങിയപ്പോൾ ഈ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാനുള്ള സമയമില്ല കേട്ടോ. കർക്കിടകം പന്നമാസം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇതിപ്പം പ്രാബല്യത്തിൽ വന്ന പോലെ തന്നെ കർക്കിടകത്തിൽ മൊത്തം പണികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ല. മോളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ, അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ, പിന്നെ വണ്ടിയുടെ പണി, അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു പ്രശ്നവും. പിന്നെ വയനാട്ടിൽ പറയുമ്പം എല്ലാവരും വീട്ടിൽ നിന്ന്, അവിടെ ഞങ്ങൾ അത്രയും ദൂരമാണല്ലോ പത്തനംതിട്ട. അപ്പോൾ അവിടുന്ന് എല്ലാവരും ഇങ്ങനെ കോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് പറ്റി, എങ്ങനെയുണ്ട്, നമ്മളടുത്താണോ, നമ്മളിവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ. ഇവിടെ ആണെങ്കിലും നമ്മളടുത്താണെങ്കിലും ദൂരെയാണെങ്കിലും എല്ലാം എന്താ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നൊന്നും അറിയത്തില്ല. പ്രകൃതി എന്തൊക്കെയാ ഓരോ കാരണങ്ങൾ, എന്താ പറയുക, പ്രകൃതി എന്തൊക്കെയാണ് കരുതി വെച്ചേക്കുന്നതെന്ന് അറിയത്തില്ല. എന്താ ഇങ്ങനെ സംഭവിക്കുന്നേ ഒന്നും അറിയത്തില്ല കേട്ടോ.
പിന്നെ ഞങ്ങൾക്കറിയാവുന്ന ആരും ഇല്ല കേട്ടോ ആ സ്ഥലത്ത്. ഇഷ്ടംപോലെ ആൾക്കാർ രക്ഷാപ്രവർത്തനത്തിനും അങ്ങനെ കാര്യങ്ങൾക്കും എല്ലാം പോകുന്നുണ്ട്. നമ്മുടെ അടുത്തുനിന്ന് തന്നെ ആൾക്കാരെല്ലാം പോകുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും കഴിയുന്നത് പോലെ എല്ലാവരും അവരെ സഹായിക്കുക. ഒന്നും ഇല്ലാതെ കിടക്കുന്നവരല്ലേ, എന്തൊക്കെയോ കഷ്ടപ്പെട്ട് ഗൾഫിലുള്ളവരും നാട്ടിൽ വന്നിട്ട് കഷ്ടപ്പെട്ട് വീട് വെച്ച് അങ്ങനെ ജീവിച്ചവരും എന്താ ആരും ഇല്ലാതായിപ്പോയവരും കുഞ്ഞുങ്ങൾ മാത്രം ഒറ്റപ്പെട്ടു പോയവരും ഒരു വീട്ടിൽ 7-8 അംഗങ്ങളുള്ള വീട്ടിൽ ഒരാൾ മാത്രമായി പോയവരും അങ്ങനെയുള്ളവരൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ആ ന്യൂസൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കാൻ. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട ആഹാരം കൊടുക്കുക, വസ്ത്രം കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെ ഇപ്പം പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. വീട് വെച്ച് നൽകുക അതൊക്കെ സർക്കാരിന് അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ. അതിലോട്ടും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം എത്ര ആൾക്കാർക്കാണ് വീട് നഷ്ടപ്പെട്ടത്. എൻ്റെ പൊന്നോ, ആ സ്ഥലമൊക്കെ ഒന്ന് കാണണ്ടേ അല്ലേ, മൊത്തം ഒലിച്ചു പോയിട്ടുണ്ട്. അതൊന്ന് കണ്ടിരിക്കാൻ പോലും കഴിയത്തില്ല. അത്രയ്ക്ക് മണ്ണിനകത്തു നിന്നൊക്കെ ആൾക്കാരെ കിട്ടുന്ന കാണുമ്പോഴേ ഒന്നും കണ്ടിരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ന്യൂസുകൾ കേട്ടോ അതിനകത്ത് വരുന്നത്. എല്ലാവരും പ്രാർത്ഥിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക കേട്ടോ. ഇനി അടുത്ത ദിവസം വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സീ യു.